വേണ്ട പോകരുതേ, നാദ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം. ഓ പൂമണ്ഡപം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 50 അതിൻ്റെ 5 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കിയാൽ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും. എൻ്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കും. ഇസ്രായേലെ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ എന്ന് പറയുമ്പോൾ, ദൈവമക്കളെ, ക്രൈസ്തവ ലോകത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും ഒന്നടങ്കം സഭാഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം ഇതാ വന്നിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം ദൈവമക്കളെ. ക്രൈസ്തവ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ വലിയ സങ്കടകരമായ കാര്യങ്ങളാണ്. ഇനിയും അത് തന്നെ നമ്മൾ പലയിടത്തും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോഴും കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിന് വേണ്ടി മരിക്കുന്നത് എത്രയോ അനുഗ്രഹം. രക്തസാക്ഷിയായി തീരുവാനിടയായാൽ അത് ഏറ്റവും വലിയ ഭാഗ്യം. എന്നാൽ ക്രൈസ്തവ ലോകം നേരിടുന്ന കഷ്ടത ഏറ്റവും വളരെ വലുതായിരിക്കും ഇനിയുള്ള നാളുകൾ. ആ സമയത്ത് വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും ഒന്നടങ്കം നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കണം. ക്രൈസ്തവ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സഭാ ശുശ്രൂഷക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവനാമ മഹത്വം ഉയരട്ടെ. അതാർക്കും താഴ്ത്താൻ പറ്റുന്നതല്ല ദൈവമക്കളെ. ഇത് ദേവഗണങ്ങളിൽ അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എല്ലാ നാവുകളെയും കർത്താവ് തുറക്കട്ടെ. ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കാൽ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും. എൻ്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കും. ഇസ്രായേലെ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. അങ്ങനെ സാക്ഷ്യം പറയാൻ ഇനി അനേകം മക്കളെ ഈ കഷ്ടതയുടെ നടുവിലും ഒരുക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ക്രൈസ്തവ ലോകം നേരിടുന്നത് ഏറ്റവും വലിയ മഹാകഷ്ടമാണെങ്കിലും ഒരു കാര്യമുണ്ട് ദൈവമക്കളെ, ദൈവമഹത്വം ഇവിടെ ഉയരും. അതാർക്കും താഴ്ത്തുവാനായിട്ട് സാധിക്കത്തില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടുത്തുവാൻ നാവുകളെ കർത്താവ് ഒരുക്കട്ടെ. ഇത് ന്യായവിധിയുടെ നാളും കൂടെയാണ്. യഹോവയുടെ പ്രതികാര കാലവും കൂടിയാണ്. പ്രതികാര കാലത്തിൽ തന്നെ സ്തോത്രം, കർത്താവിൽ വിശ്വസിച്ച മക്കൾ പ്രതിഫലം വാങ്ങുകയും ചെയ്യും. ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് നമ്മളിവിടെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രതികാരത്തിൻ്റെ ദൈവം ക്രോധത്തോടെ നമ്മളെ നോക്കാതിരിക്കേണ്ടതിന് അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയ പിഴകളിൽ നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും നമ്മളെ ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ കാലങ്ങളെ നമ്മൾ ചെയ്തതിന് തക്കവണ്ണം നമുക്ക് കൂലിയും പ്രതിഫലം തരുന്ന ഒരു നാളും കൂടിയാണ്. ഒരു വശത്ത് കത്തിപ്പടർന്ന ആളിപ്പടരുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടുമ്പോൾ ഒരു വശത്ത് അതിലും മഹത്വമുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ, എല്ലാ നാവുകളും യേശുവിൻ്റെ നാമത്തെ വാഴ്ത്തി സ്തുതിക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നല്ല സാക്ഷിയായി തീരുവാൻ കർത്താവ് നമ്മളെല്ലാവരും ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഉപകരണമായി കർത്താവെ അടികൾ ഓരോരുത്തരുമായി തീരേണ്ടതിന് ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ എല്ലാ പിഴകളും പിതാവ് പുറത്തുകൊണ്ട് ഈ ന്യായവിധിയുടെ നാളുകളിൽ കർത്താവെ രക്ഷ പ്രാപിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശുവേ സ്തോത്രം. വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ പ്രതികാര കാലങ്ങളെ ഞങ്ങൾ കാണുന്നപ്പാ യേശുവെ, ക്രോധത്തോടെ നോക്കുന്ന നാളുകൾ ഞങ്ങൾ കാണുകയാണ് കർത്താവെ. ഇതിൻ്റെ നടുവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവെ. കോപത്തോടെ നീ ഞങ്ങളെ നീക്കിക്കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. എൻ്റെ കർത്താവെ, ഉഗ്രനീരസത്തോടെ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ വിധിക്ക് മുമ്പിൽ താഴ്മയോടെ വിനയത്തോടെ ഭയഭക്തിയോടെ ദൈവസന്നിധി നിൽപ്പാൻ അടികളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രതിഫലം വാങ്ങുന്ന കാലമാണല്ലോ. സ്വർഗത്തിലെ ദൈവമേ, ദൈവത്തിൻ്റെ സന്നിധി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിന് വേണ്ടി ആയിത്തീർന്ന് സമർപ്പിക്കപ്പെട്ട മക്കളെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഷ്ടതകളും കണ്ണുനീരിൻ്റെയും വേദനയുടെയൊക്കെ നടുവിലും നഷ്ടങ്ങൾ ഓർക്കാതെ നിന്നെ ഓർക്കാതെ
മാനസിക ഭാരങ്ങളെ, പ്രയാസങ്ങളെ, ഞെരുക്കങ്ങളെ ഒന്നും ഓർക്കാതെ ഇതൊക്കെ മറന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്ന മക്കൾ പ്രതിഫലം വാങ്ങി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്നത് ഓർത്ത് സ്തോത്രം. എൻ്റെ കർത്താവെ, ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലം തന്നെയാണല്ലോ. വിശ്വസിക്കുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങേക്കും വേണ്ടി നല്ല സാക്ഷികളായി തീരുവാൻ, ആമേ സ്തോത്രം, കർത്താവിന് വേണ്ടി പ്രസംഗിക്കുന്നവരായി തീരുവാൻ, ഉപദേശിക്കുന്നവരായി തീരുവാൻ, കർത്താവിന് വേണ്ടി പാടുന്നവരായി തീരുവാൻ, കർത്താവിന് വേണ്ടി ഉപകരണങ്ങൾ വായിക്കേണ്ടതിന്, കർത്താവെ തലമുറയായിട്ട് എൻ്റെ കർത്താവിനെ കുറിച്ച് സാക്ഷിയായി തീരേണ്ടതിന് കർത്താവെ ഉദരഫലത്തെ ദൈവം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം മക്കളെ ചൊല്ലി ഭാരപ്പെടുന്ന എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് നിത്യജീവനായ ദൈവത്തെ ആരാധിച്ച് കർത്താവിന് നല്ല സാക്ഷികളായി തീരുവാൻ കർത്താവേ എൻ്റെ മക്കളെ സഹായിക്കണമേ. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടി അടിയനെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സമാധാനം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണേ. മക്കളിൽ കർത്താവിൻ്റെ സാന്നിധ്യം കാണുവാൻ, കർത്താവിൻ്റെ കൃപ കേൾക്കുവാൻ, കാണുവാൻ ദൈവം സഹായിക്കണമേ. കുടുംബ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുത്തെ സാന്നിധ്യം നിന്റെ മക്കൾ അനുഭവപ്പാൻ ഇടയാക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.